കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്ത് വലിയ ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിലൊക്കെ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് കേസ്. അതിൽ വിധി പറയുന്ന തീയതി ഇന്ന് തീരുമാനിച്ചേക്കാനുള്ള സാധ്യതയാണ്. പ്രധാനപ്പെട്ട ഡെവലപ്മെന്റാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, ഒരുപാട് ചർച്ച ചെയ്ത, ഒരുപാട് ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. നമുക്കറിയാം, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ദൃക്സാക്ഷികളായിട്ടുണ്ട്. പലതരത്തിലുള്ള അട്ടിമറികൾ കേസിന്റെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലൊക്കെയാണ് ഒരു വിധി പറയുന്ന രീതിയിലേക്ക് വാദം പൂർത്തിയാക്കി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വിധി പറയുന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നറിയുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ എപ്പോഴത്തേക്ക് വിധി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ ആര്യ? തീർച്ചയായിട്ടും ജിൽസി, ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി പറയാനായിട്ടുള്ള ഒരു തീയതി ഇന്ന് തീരുമാനിച്ചേക്കും എന്നുള്ളൊരു വാർത്ത നമുക്ക് വരുന്നത്. ഡിസംബറിലേക്ക് ഈ ഒരു വിധി പറയാനുള്ള ദിവസം മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒരു വിധി പറയുന്ന തീയതി എന്ത് തന്നെ ആയാലും ഡിസംബർ പകുതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിപ്പോൾ കാണുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയാനുള്ള തീയതി എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ പകുതിയിലേക്ക് ഈ ഒരു വിധി പറയാനുള്ള തീയതി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ദിലീപാണ് 8ാം പ്രതിയായ കേസിൽ. പൾസർ സുനിയാണ് 1ാം മുഖ്യ പ്രതിയായിട്ടുള്ളത്. 10 പേരാണ് ആദ്യ കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ 10ാമത്തെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ പകുതിയോടുകൂടി തന്നെ വിധി പറയാനുള്ള ഒരു തീയതി ഉണ്ടാകും എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്.